ഹായ് ധ്വനിത്. ഹായ് സർ. യെസ്, ഇപ്പോൾ 7th കഴിഞ്ഞു, ഇനി 8th ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുമോ? ധ്വനിത് എവിടെ നിന്നാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, കാര്യങ്ങളൊക്കെ? ഞാൻ ധ്വനിത് വിനോദ്കുമാർ, സെൻറ് ഡൊമിനിക്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. ഞാൻ ഇനി 8th ക്ലാസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ. ഇപ്പോൾ എക്സ്പെക്റ്റിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റൂ. ഏത് റാങ്കിലാണ് ധ്വനിത് വന്നത്? എനിക്ക് 4th റാങ്കാണ് കിട്ടിയത്. ഓക്കെ. ഇപ്പോൾ 4th റാങ്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ എന്താണ് ധ്വനിതിനെ ആക്ച്വലി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തത്? എന്താണ് ആ ഒരു മേജർ ഫാക്ടർ എന്ന് പറയാനുള്ളത്? ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെൻറ്റേഴ്സ് എനിക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തൊക്കെ തന്നിരുന്നു. അതേപോലെ നല്ല സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു നല്ലൊരു ഇത് കിട്ടി. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ജേർണിയിൽ ഇപ്പോൾ എക്സ് ആൻഡ് വൈൻ്റെ കൂടെ ഏകദേശം ഒരു 1 year ആയി ധ്വനിത്. എക്സ് ആൻഡ് വൈൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? മെൻറ്റേഴ്സ് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ മാസവും എങ്ങനെയാണ്, അതുപോലെ സപ്പോർട്ടിനും ഓരോന്നിനും അങ്ങനെ വിളിക്കുമായിരുന്നു. അതേപോലെ മാർക്ക് പോയെങ്കിൽ നന്നായി അടുത്ത പ്രാവശ്യം ചെയ്യുക, അങ്ങനെ ഒരു ഇത് തന്നിരുന്നു, സപ്പോർട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ആരായിരുന്നു ധ്വനിതിന്റെ മെന്റർ? എനിക്ക് ആദ്യം ശ്രീലക്ഷ്മി മാം ആയിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിദ മാം ആയി. ഓക്കെ. ഇപ്പോൾ ധ്വനിത് 1 year ആയി, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫൗണ്ടേഷനിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മേജർലി മാത്ത് ആൻഡ് സയൻസ് ആണ് നമ്മൾ ഫൗണ്ടേഷനിൽ ക്ലിയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സ്കൂളിൽ ഇത് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് ധ്വനിതിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സാധാരണ പറഞ്ഞാൽ മാത്സ് കോമ്പറ്റീഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ MTSC അതൊക്കെ ചെയ്തിട്ട് മാത്സിൽ നല്ലൊരു ഇതുണ്ട്. പിന്നെ സയൻസ് പറയുമ്പോൾ അത്ര ഫോക്കസ് ചെയ്യാത്തൊരു ഇതായിരുന്നു സ്കൂളിലത്തെ പഠിക്കുക. പിന്നെ എക്സ് ആൻഡ് വൈയിൽ ചേർന്നതിന് ശേഷം സ്കൂളിലേക്ക് പഠിക്കണതിൻ്റെ മുമ്പ് തന്നെ പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഓരോ കൺസെപ്റ്റ്സും. അപ്പോൾ ഒരു 2 തവണ പഠിക്കുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ഒന്നും കൂടി അടിപൊളിയായിട്ട് പഠിക്കുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് ഫീൽ വരും, റിവിഷൻ പോലെ. ഇപ്പോൾ ഈ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെ, ഈവൻ NSMCയിൽ നല്ലൊരു റാങ്കിലെത്തി, അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പെക്റ്റിൽ നല്ലൊരു റാങ്കിലെത്തി നിൽക്കുകയാണ്. ഇതിലൊക്കെ തന്നെ ഈ ഒരു ജേർണിയിൽ ധ്വനിത് ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ എനിക്ക് അത് പഠിക്കാനൊരു ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഓരോ കൺസെപ്റ്റ്സും ഈ ടെക്സ്റ്റ് ബുക്കിലാണ് വെച്ചാലും അത് ഓരോ പിക്ചേഴ്സും അത് വെച്ച് ഇതാക്കുമ്പോൾ ഒരു പഠിക്കാനൊരു മൂഡ് വന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാവാൻ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് അങ്ങനെ ആക്കിയിട്ട് വന്നില്ല. ഓക്കെ. അങ്ങനെ പറയാൻ മാത്രം ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ധ്വനിതിന്റെ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഹൂ സപ്പോർട്ടഡ് യു മോസ്റ്റ് ഈ ഒരു ജേർണിയിൽ? നിന്റെ കൂടെ നിന്ന് പാരന്റ്സ് ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പോൾ എന്താണ് നിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം? എന്നെ സപ്പോർട്ട് ചെയ്തതിൽ മെന്റേഴ്സും ഉണ്ട്, പഠിപ്പിച്ച ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരാള് പ്രത്യേകിച്ച് പറയല്ല, എല്ലാവരും ഒരേപോലെയാണ് സപ്പോർട്ട്. പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ? ഫാദർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അച്ഛൻ ഇങ്ങനെ ഓരോ എക്സാംസും ഓരോ ടോപ്പിക്സും നോക്കാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. അമ്മയാണെങ്കിൽ ഓരോ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ജസ്റ്റ്. പിന്നെ ഏട്ടനാണെങ്കിൽ അത്യാവശ്യം വലുതായോണ്ട് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് അക്കാഡമിക്കലി ഫുൾ സപ്പോർട്ടാണ്. ഇനിയിപ്പോ UP ഒക്കെ കഴിഞ്ഞു, ഇനി ഹൈസ്കൂളിലോട്ട് പോവാണ്, 8th സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. സോ വാട്ട്സ് വൺ മെസ്സേജ്? അതായത് ഒരു UP ക്ലാസ്സിൽ ഒരു ഫൗണ്ടേഷൻ വരുന്നൊരു സ്റ്റുഡൻറ്റിന്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6th 7th ക്ലാസ്സുകളിലുള്ള സ്റ്റുഡൻസിന് എന്ത് മെസ്സേജാണ് ധ്വനിതിന് കൊടുക്കാൻ പറ്റുക? ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ എക്സ് ആൻഡ് വൈയിൽ ജോയിൻ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ ജസ്റ്റ് റിവൈസ് ചെയ്താൽ തന്നെ എക്സാംസിന് നല്ല റാങ്ക് ഇതാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ മെസ്സേജ് പറഞ്ഞാൽ. ഓക്കെ. അതായത് കൺസെപ്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോകാന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആസ് എ ഫാദർ ധ്വനിത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. അതെ, അവൻ അത്യാവശ്യം നല്ല ഇത് സ്കോർ ചെയ്യുമ്പോൾ എല്ലാ പാരൻസിനുള്ള പോലെ പ്രൗഡ് ഫീൽ. വി ആർ ആൾസോ വെരി പ്രൗഡ് ഓഫ്. അപ്പോൾ ആള് ചെറുപ്പത്തിൽ തന്നെ നല്ല മാത്ത് ഇൻക്ലൈൻഡ് ആയിരുന്നോ? മാത്ത് ഇൻട്രസ്റ്റഡ് ആയിരുന്നോ? അവൻ്റെ തുടക്കത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഇതുപോലെ ഒരു എബവ് ആവറേജിൽ, അതായത് എബവ് 90-95 ലെവലിൽ സ്കൂൾ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മാത്സ് ടാലൻറ്റ് MTSC എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് ലെവൽ വരെ അവൻ എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ബോധറൻസില്ല. പിന്നെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ അവരെങ്ങനെ മോറലി സപ്പോർട്ട് ചെയ്യുന്നത്, അവൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് അമ്മയാണ്. അതായത് ബാക്കിൽ നിന്നിട്ട് അവൻ്റെ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്യണതൊക്കെ നമ്മുടെ ജോലി. പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയുണ്ട്. അപ്പോൾ വൈഫ് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവൻ്റെ ബാക്കപ്പ് നിന്നിട്ട് പഠിക്കാനുള്ള സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ പ്രഷറും ഇതൊക്കെ അവളുടെ കയ്യിലാണ്. നമ്മൾ ഈ ഓവറോൾ ഇതിൽ മാത്രം വരുന്നൊരു വാട്ട്സ് ദ റീസൺ? ലൈക്ക് നിങ്ങൾ എക്സാം വൈയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു?
റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ അവൻ പഠിക്കുന്ന CBSE-യിലാണ്. CBSE-യിൽ പഠിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ 6ാം ക്ലാസ് മുതൽക്കോ 7ാം ക്ലാസ് മുതൽക്കോ CBSE സിലബസ് അല്ല, NCERT സിലബസ് അല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകണം. അപ്പോൾ അതിൽ മാറ്റം വരുമ്പോൾ അവർക്ക് ഹയർ സ്റ്റാൻഡേർഡ്സിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി വരും. ചില പാർട്ടുകൾ മിസ്സായി കഴിയുമ്പോൾ ചിലപ്പോൾ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അതിന് ഹയർ ഗ്രേഡിലുള്ളത് പഠിക്കും, പക്ഷേ അതിൻ്റെ ബേസിക് പഠിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. എൻ്റെ മൂവ്മെൻറ്റിൽ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പം താഴത്തെ ക്ലാസ് മുതലൊക്കെ അതിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളൊരു. പിന്നെ മെന്റേഴ്സിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു മെന്റേഴ്സിനായിട്ടുള്ള ഒരു ഈ ഒരു 1 year എക്സ്പീരിയൻസ് എന്നുള്ളത്? മെന്റേഴ്സിൻ്റെ നല്ല സപ്പോർട്ട് തന്നെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അവർ ഡയറക്റ്റ്ലി അവർ കോൾ ചെയ്യും, അവർ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ അടുത്തല്ല അധികം സംസാരിക്കുക, അവൻ്റെ നമ്മുടെ അടുത്താണ്. അതായത് എപ്പോഴും വീട്ടിലുണ്ടാവുക, അങ്ങനെ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവൻ്റെ നമ്മുടെ അടുത്ത് സംസാരിക്കുക, അങ്ങനെ അതായത് ഒരു നല്ലൊരു റിലേഷൻ ഇതുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്നുണ്ടെങ്കിലും പിന്നെ ഫ്രീക്വൻറ്റ് ഫോളോ അപ്പ് ഒക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഓൾറെഡി നല്ല എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള കേസ് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈവൻ ഇപ്പോൾ സ്പെസിഫിക്കലി XNY ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ആളിൽ നിന്ന് കണ്ടിട്ടുണ്ടല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ പേഴ്സണലി? തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ ടോപ്പ് ആവണതോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 95% കൂടുതൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വരുന്നൊരു ഇത് വരില്ലേ, അതും കൂടിയും കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അവൻ ഇമ്പ്രൂവ് ആവുന്നുള്ളൊരു ഹോപ്പ് ഞങ്ങൾക്കുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇതുപോലെ തന്നെ 8th സ്റ്റാൻഡേർഡും 7th സ്റ്റാൻഡേർഡൊക്കെ ഉള്ള സ്റ്റുഡൻസിൻ്റെ ഒരുപാട് പാരൻസ് ഉണ്ട്. വാട്ട്സ് വൺ മെസ്സേജ് ഫ്രം യുവർ സൈഡ്, ലൈക്ക് പാരൻസിന് വേണ്ടി? ഒരു സ്കൂളിൽ നിന്നുള്ളതിനായിട്ടുള്ള ഒരു അഡീഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്, സ്കൂളിൽ നിന്ന് സപ്പോർട്ട് ഇല്ല എന്നല്ല അത് പറഞ്ഞതിൻ്റെ അർത്ഥം, പക്ഷേ ഒരു അഡീഷണൽ സപ്പോർട്ട്, അഡീഷണൽ നോളജ് ഷെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുട്ടിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ. ഇപ്പോൾ ഒരു ടോപ്പറായി നിൽക്കുകയാണ്, ഹൗ യു ഫീൽ? പറഞ്ഞാൽ നല്ല പ്രൗഡ് മൂമെന്റ് തന്നെയാണ്. ഒബ്വിയസ്ലി. ഹാപ്പിയാണോ? നല്ല ഹാപ്പിയാണ്. ആദ്യം എഴുതിയിരുന്നപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആൻസർ കീ വന്നപ്പോൾ കുറച്ച് ഒരു കോൺഫിഡൻസ് ലെവൽ കമ്മിയായി. പിന്നെ അതിൻ്റെ സെമിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ നല്ല ഹാപ്പിയായി. ഓക്കെ. അത്രയും ഒരു പ്രൗഡ് മൂമെന്റ് തന്നെയായിരുന്നു എക്സ്പെക്റ്റിൽ കിട്ടുക പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഒളിമ്പ്യാഡ് ബാച്ചിൻ്റെ ഒക്കെ കൂടെ അടുത്ത കൊല്ലത്തെ IOQM-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലത്തെ IOQM നമുക്ക് ക്രാക്ക് ചെയ്യണം. അപ്പോൾ ആ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.